ഞാനല്ലാതെ നിങ്ങളോട് ആരാ പോകാൻ പറഞ്ഞേ? ഞാനുണ്ടായിരുന്നെങ്കിലും സംഭവിക്കില്ലായിരുന്നു. ബാസിയേട്ടാ, ഞാൻ പോവാ. അവന്റെ കാര്യം എനിക്ക് വിട്ടുന്നേക്ക്. പൊക്കടാ, പൊക്കി അവന്റെ പതിര് കലക്കടാ. ബാസി പറ, അവനെ കൊണ്ട് മയിലാട്ടം മുതൽ ആടുപാമ്പ് വരെ കളിപ്പിക്കാം. വേണ്ട, വേണ്ടയ്ക്ക് വേണ്ട. ബാസി ഇന്നവരൊരു പരാതിയായിട്ട് ഒരു പോലീസ് സ്റ്റേഷനെ പടിയും കയറിയിട്ടില്ല. ഒരു ഏമാന്റെ മുന്നിൽ ചെന്നിട്ടുമില്ല. എന്തുണ്ടെങ്കിലും നേരിട്ട് തീർക്കും. അതെ, അതാ ഞങ്ങളുടെ പാരമ്പര്യം. അപ്പൊ അവന്റെ കാര്യത്തിൽ അങ്ങനെയാണ് തീരുമാനിച്ചു. വേണ്ട പോലെ നോക്കി നടത്തിയാൽ നല്ല ആദായം കിട്ടും. പിന്നെ പണിക്കാര് അത് തമിഴന്മാര് മതി. നമ്മുടെ ആൾക്കാരൊക്കെ മടിയന്മാരാ, മേലനങ്ങാൻ വയ്യ. ഭാസി വരുന്നുണ്ട്. നീ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയി സംസാരിച്ചിട്ട് വരാം. ഞാനോ? പുള്ളി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നാ ഇവിടെ നിൽക്കേ. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ബാസി, ഞാൻ പറയുന്നു കേക്ക്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നിന്നോളം പോകുന്നവൻ അവനും. നിങ്ങൾ തമ്മിൽ എന്തിനാ വെറുതെ വഴക്കിടുന്നേ? ഹലോ, ഒന്ന് മാറി നിൽക്കും മാഷേ. ആമ്പിള്ളേര് നിൽക്കുന്നിടത്ത് മാഷ് എന്താ കാര്യം? ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും നീ പ്രതീക്ഷിച്ചില്ലല്ലേ? നിന്റെ ഈ നാട് കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. എന്നോട് ഒരു ദയം കാണിക്കണ്ട. നീ നിന്റെ ഗുണ്ടോഫീസ് തരാത്തവരോട് നീ എങ്ങനെ പെരുമാറുന്നു അതുപോലെ മതി എന്നോട്. മുസ്തഫ, മൂളിക്കണ്ടത്തെ നാട്ടുകാരെ എനിക്ക് ചില പട്ടങ്ങളൊക്കെ കൽപ്പിച്ചെന്നുണ്ട്. അതിലൊന്നാണ് ഈ കപ്പം. നീ പറഞ്ഞ ഗുണ്ടാഫീസ്. നമ്മൾ തമ്മിലൊരു വഴക്ക് അത് വേണ്ട. ആലോചിക്കാൻ ഒരു ദിവസത്തെ സമയം തരും. അതിനുള്ളിൽ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിലോ? ചിന്തിക്ക്, നല്ല ബുദ്ധി തരം പടച്ചോനോട് പ്രാർത്ഥിക്ക്. നാട് മുഴുവൻ ഇത് തന്നെയാ സംസാരം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇടിച്ചവന്റെ പതിര് കലക്കാന്ന്. കേട്ടില്ല? ബാസി, ഗുണ്ടകൾക്കും പോലീസിനും ഒരേ തീയതിയാണ്. എതിരാളി ആരായാലും തല പൊക്കാൻ സമയം കൊടുക്കാതെ അടിച്ചൊതുക്കണം. അത് തന്നെ എനിക്ക് ഇവനോട് പറയാനുള്ളത്. സാർ എന്താ പണ്ട് പോലീസിലായിരുന്നു? എടോ, ഞാൻ പഴയ ഗുണ്ടയല്ലേടോ. ഞാൻ പറഞ്ഞില്ലേ. എടാ, എന്തിനാണ് നീ അവൻ ഒരു ദിവസത്തെ അവധി കൊടുക്കാൻ പോയത്? ഞങ്ങൾ അടിച്ചോടിച്ചതിന്റെ അഹങ്കാരം അവന്റെ ഉള്ളിൽ ഉണ്ടാവും. നിങ്ങൾ അടിച്ചിട്ട് എളുപ്പമാണ്. അതുപോലെയാണ് ബാസുമോൻ. ബാസി, ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് രണ്ടുപേരും കൂടെ ഒന്ന് പോയാലോ? എന്തിനെ? ഓടാനോ? അല്ല, ബാസി അടിക്കുമ്പോ നമുക്ക് കണ്ടു നിൽക്കല്ലേ. തൽക്കാലൊന്നും വേണ്ട. ഏതായാലും ഇവൻ സമയം കൊടുത്ത സ്ഥിതിക്ക് അത് തീരട്ടെ. എന്നിട്ട് ഇവനുള്ളത് അവൻ കൊടുത്തില്ലെങ്കിൽ മൂളിക്കണ്ടത്തു ഭഗവതിയാണ് സത്യം. അവന്റെ കുടൽമാല വലിച്ചു പറിച്ച് ഞാൻ കഴുത്തെ ചുറ്റി തിറയാട്ടം നടത്തും. ദേവി, ഒന്നും കഴിച്ചില്ല. നിങ്ങൾ LIC പോളിസി എടുത്തിട്ടുണ്ടോ? എന്താ? LIC പോളിസി എടുത്തിട്ടുണ്ടോന്ന്? ഇല്ല. കഷ്ടായി. എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നാളെ കഴിഞ്ഞ് വീട്ടുകാർക്ക് ആ കാശെങ്കിലും കിട്ടിയേനെ. അടികൊള്ളും. എന്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റാ. മുമ്പ് സ്കൂൾ മാഷായിരുന്നു. പക്ഷേ വിവരം ഒരു ഇത്തിരി കുറവാ. അച്ഛന്റെ കൂടെ കൂടിയതാ നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. അവൾ അങ്ങനൊക്കെ പറയും. അവളല്ലേലും ബാസിയുടെ പക്ഷവാ. ഒന്നിച്ച് തല്ലിക്കളിച്ച് വളർന്നവരല്ലയോ? എന്റെ ഒരു ഊഹം പറയാം. ഇപ്പൊ തന്നിരിക്കുന്ന ഈ ഒരു ദിവസത്തെ അവധി ഒരു സൂചന മാത്രമാ. താൻ കണ്ടോ, ഈ ഒരു ദിവസം 2 ആവും, 3 ആവും, ആഴ്ചകളാവും, മാസങ്ങളാവും. ഒടുക്കം ആരും കാണാതെ വന്ന് അവൻ തന്റെ കാല് പിടിക്കും. എന്നാലും സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം. മുന്നിൽ നിന്ന് ചെയ്യാൻ പറ്റാതെ ചിലപ്പോ പിന്നീന്ന് ചെയ്താലോ? അങ്ങനെ ചെയ്യില്ല. ആണാ ഭാസിയേട്ടൻ? ആഹാ, ഇതുണ്ടല്ലോ, ഈ ഇരിക്കുന്ന അതിനേക്കാൾ വലിയ ആണ് തന്നെയാ. കഴിച്ചില്ല. ഞാൻ ഇറങ്ങുക. എന്താ? പറഞ്ഞ സമയത്തിന് മുമ്പ് എത്തിയല്ലോ. ഒരു തവണ കൂടി നിന്നോട് സംസാരിക്കാനാ. എന്നോടുള്ള പക അത് വെച്ച് നീ എന്നോട് പെരുമാറരുത്. ഓ, പഴയ സംഭവം. ഞാനൊരു വ്യവസ്ഥ വയ്ക്കാം. ആരും ജയിക്കും തോൽക്കാത്ത ഒന്ന്. നീ എനിക്ക് കപ്പം തരണ്ട. നാട്ടുകാർ ചോദിച്ചാൽ തന്നു ഞാൻ പറയും. അങ്ങനെ പറയാവൂ നീയും. ചങ്കൂറ്റം ബാസിയായിട്ട് മൂളിക്കണ്ടത്ത് ഞെളിഞ്ഞ് നടക്കുകയും ചെയ്യാം. അല്ലടാ, നീ ആള് കൊള്ളാമല്ലോ. പണം തന്നില്ലെങ്കിലും ജയം നിനക്ക്.
നിന്റെ ഒരു ഒത്തുതീർപ്പിനും ഞാനില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. താൻ കേട്ടോ? കേട്ടു. കാല് പിടിക്കുന്ന പോലെയാ ഭാസി അവനോട് സംസാരിച്ചേ. ഇപ്പൊ എന്തായി? മുസ്തഫയുടെ മുമ്പിൽ മുട്ടുകുത്തിയില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെ തുടർന്നു പോകുന്ന മാമൂലുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാ. എന്തിനും ഏതിനും കപ്പം കൊടുക്കുക എന്നുള്ള ഏർപ്പാടുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തണം. കുറെ കാലമായി യുവനൊക്കെ നമ്മളെ നാട്ടിൽ വിളയാൻ തുടങ്ങിയിട്ട് നമ്മൾ എന്തിനു ഭാഷ സഹിക്കണം? അത് ശരി, പുതിയൊരുത്തം വന്നപ്പോ നിങ്ങൾക്ക് ആർക്കും ഫാസിയെ വേണ്ടതായി അല്ലേ? എന്നാര് പറഞ്ഞു? ഈ പ്രസിഡന്റും വേറെ കുറച്ചു പേരും മാത്രമേ മുസ്തഫയോടൊപ്പം ഉള്ളൂ. ഞങ്ങൾക്കിപ്പോഴും ഭാസി തന്നെയാണ് നേതാവ്. നേതാവ് നാണമില്ലല്ലോടോ ഇത് പറയാൻ. ഗുണ്ടകളെ നേതാവാക്കേണ്ട ഗതികേടൊന്നും ഈ നാടിന് വന്നിട്ടില്ല ഇതുവരെ. അവന്റെ മൂട് താങ്ങണമെങ്കിൽ ആയിക്കോ. അതെ, വിധേയത്വം എന്ന് പറയുന്ന ഒരു രോഗമാ, മരുന്നില്ലാത്ത രോഗം. അതെ, ഇതൊന്നും കാര്യമാക്കണ്ട. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ ഇപ്പോഴും ഫാസിയോട് ഇഷ്ടം തന്നെയാ. വാസ്തവം. ഏട്ടാ, ഏട്ടന് പേടിയാണെന്ന് കരുതാത്ത ഒരു കൊച്ചു കുഞ്ഞു പോലുമില്ല ഇപ്പൊ ഈ മൂളിക്കണ്ടത്ത്. പക്ഷേ ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. എന്താ എന്റെ ഏട്ടന് പറ്റിയത്? ചങ്കുറ്റം ബാസിയുടെ ചുറ്റും ഒരു കളം വരച്ച് തന്നുണ്ട് പോലും അച്ഛനും നാട്ടുകാരും. ബാസി അതിനകത്ത് നിന്ന് ആടാവോ? ഞാനൊരു മനുഷ്യനാ, മനസാക്ഷിയുള്ളവനാ. ഇതൊന്നും ഇവിടെ ആരും ഓർക്കാറില്ല. അവന് ഞാനൊരു ഇളവ് കൊടുത്തു, അതറിഞ്ഞുകൊണ്ട് തന്നെയാ. അവനെ ഞാൻ മുമ്പേ അറിയും. കുറച്ചു കാലം മുമ്പ് ഇവിടെ SI ആയിരുന്ന ആന്റണി സാർ എന്നെ കാണാൻ വന്നിരുന്നു, ഒരു സഹായം ചോദിച്ചുകൊണ്ട്. സാർ എന്താവശ്യപ്പെട്ടാലും ചെയ്യാതിരിക്കാൻ കഴിയില്ലായിരുന്നു എനിക്ക്. നിനക്കറിയാലോ, ഒറ്റ മോള എനിക്ക്, ജാൻസി. കൂടെ പഠിക്കുന്ന ഒരുത്തനുമായിട്ട് അവൾ ഇഷ്ടത്തില്ല. അവന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും അവളുടെ ഇഷ്ടം ഞാൻ നടത്തിക്കൊടുത്തനെ. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ അവൻ, ഒരുപാട് കേസുകളിൽ പ്രതി. നീ അവനെ ഒന്ന് വാൺ ചെയ്യണം. ഇനി അവൻ എന്റെ മോളെ കാണാനോ സംസാരിക്കാനോ പാടില്ല. ദാ, ഇതാണ് അവന്റെ ഫോട്ടോ. പേര് ജോജി. കുട്ടൻ എവിടെ പോയിട്ട് വരാ ഈ പാതിരാത്രിയില്? നീ ആരാ ചോദിക്കാൻ? ഞാൻ ആരെങ്കിലും ആവട്ടെ. എന്തിനാ പാവൻ ജാൻസി മോളുടെ ജീവിതം തെളിക്കുന്നത്? നീ അവളെ മറക്കണം. ഒന്നും മനഃപൂർവ്വമല്ല സാർ, കൊല്ലണമെന്ന് കരുതിയിട്ടുമല്ല സാർ. ഇനി എന്താ ചെയ്യാ? നീ ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. എതിർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് പിടിയിലായ സഹീർ മുസ്തഫ. സാർ, ഒരു കുറ്റവും ചെയ്യാത്ത അവൻ. പേടിക്കണ്ട, മുസ്തഫയെ ഞാൻ രക്ഷിച്ചോളാം. വേണ്ട സാർ, ഞാൻ പിടികൊടുക്കാം. അത് വേണ്ട. നീ പിടികൊടുത്താൽ ഞാനും അകത്താവും. എന്റെ ജാൻസി മോൾ ആത്മഹത്യ ചെയ്യും. അതൊഴിവാക്കണം. പക്ഷേ മുസ്തഫ... പറഞ്ഞല്ലോ, ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ അവനെ രക്ഷിക്കും. നീ എന്നോട് പൊറുക്കണം. സാഹചര്യ തെളിവുകൾ അതാ അവന്റെ വിധി നിശ്ചയിച്ചത്. വേണ്ട സാർ, ഇനിയൊന്നും പറയണ്ട. സാറിന്റെ വാക്ക് വിശ്വസിച്ച ഞാൻ ബാസി. എന്നെ മുസ്തഫയ്ക്ക് അറിയില്ല, എനിക്ക് നിന്നറിയാം. ശരിക്കും ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാനാ. എന്റെ കൈ കൊണ്ടാ ജോജി. ഇതിനെന്തു പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാ. അന്ന് അവനോട് ദേഷ്യമല്ല തോന്നിയത്, അലിവ്, സഹതാപം. അതിപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഞാൻ അവനെ, അല്ലാതെ എല്ലാവരും കരുതും പോലെ. പക്ഷെ ഞാൻ വിട്ടാലും അവൻ എന്നെ വിട്ടു പോവില്ല. രണ്ടിലൊന്നറിഞ്ഞിട്ട് അവൻ പോവും. ബാസേട്ടാ, നാട്ടുകാരൻ കുട്ടി അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാസി കുത്തി മരത്തടാ പന്നിയെ. ബാസേട്ടാ, ദേ അവൻ. വേണ്ട, അവനൊന്നും ചെയ്യണ്ട, ഞാൻ ഇറങ്ങാം. എന്റെ പേര് കേട്ടാൽ വിറയ്ക്കുന്ന നാടായിരുന്നു ഇത്. അതൊക്കെ മാറി. ഇവന്റെ കർമ്മദോഷം കൊണ്ട് തറവാട്ടുമുറ്റത്തവരെ എത്തി വെല്ലുവിളി. നാളെ അകത്ത് കയറി നിരങ്ങും ഭർത്തന്മാര്. ചെമ്പരന്തു ഭാസ്കരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതും നടക്കില്ല, നടത്താൻ സമ്മതിക്കില്ലടാ. വേണ്ട, നീ തന്ന സമയം തീർന്നു. കപ്പം തല എനിക്ക് മനസ്സിലടാ. വാതിലടച്ച് അകത്തിരിക്കാൻ ഇറങ്ങി വാടാ.
ഇത് മുസ്തഫയാ, സഹീർ മുസ്തഫ. ബാസി, മുസ്തഫ വഴക്കിനൊന്നും വന്നതല്ല. കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് നമുക്ക് രമ്യതയിൽ അവസാനിപ്പിക്കാം. അല്ല, അതിനല്ല ഞാൻ വന്നത്. രണ്ടിലൊന്ന് തീരുമാനിക്കാനാ. അല്ല ഭാസേ, എല്ലാ കണക്കും നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം. നിന്റെ ഈ ആത്മവിശ്വാസം നല്ലതാ, പക്ഷേ ഓവറാവരുത്. അടിക്കാൻ ആള് വരുമ്പോ അടക്കളയെ കയറി ഒളിക്കുന്നവനല്ല ബാസി. അതല്ല ശീലം, പാരമ്പര്യവും. നിനക്ക് എന്റെ വക ഒരു സ്പെഷ്യല്, നന്നാവാനുള്ള ഒരു ഒറ്റമൂലി. അടിച്ചു കൊല്ലണവനെ. മുസ്തഫ ചത്തേ, മുസ്തഫ ചത്തേ. ഇനി ആരെങ്കിലും ഉണ്ടോടാ തന്തയ്ക്ക് പറഞ്ഞവന്മാര്? എടാ ഉണ്ടോന്ന്? എന്റെ മോന് പേടിയാണെന്ന് പറഞ്ഞ എല്ലാ നാറികളും കേറി കണ്ടോ? അകത്തവന്റെ ശവം കിടക്കുന്നു. ഇപ്പോഴാ മക്കളെ അച്ഛന് സമാധാനമായത്. അന്ന് പ്രഭാകരൻ, ഇന്ന് മുസ്തഫ. ഈ അച്ഛന്റെ പാരമ്പര്യം നീ കാത്തട മുത്തേ.